ഇപ്പോൾ ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ കെ. സുധാകരൻ കുറ്റവിമുക്തൻ. കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് കെ. സുധാകരൻ നൽകിയ ഹർജി ഹൈക്കോടതി അനുവദിച്ചു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. കെ. സുധാകരനെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു തീരുമാനം കൂടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടാവുന്നത്. ഇ.പി. ജയരാജൻ വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് ഏറെ ആരോപണ വിധേയനും സംശയത്തിന് നിഴലുമായിരുന്നു കെ. സുധാകരൻ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനടക്കം ഇത് വലിയ വെല്ലുവിളിയും ഗൂഢാലോചന വിവാദത്തിൽ ഗൂഢാലോചന ആരോപണം അദ്ദേഹം നേരിട്ടിരുന്നതുമാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തുമടക്കം കെ. സുധാകരന് മുന്നിൽ CPM ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം കൂടിയായി ഇത് മാറിയിരുന്നു. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആജ്ഞ, സുധാകരന്റെ ആവശ്യം കുറ്റവിമുക്തനാക്കണമെന്ന ആവശ്യമായിരുന്നു. കോടതി എന്ത് നിരീക്ഷണമാണ് ഇക്കാര്യത്തിൽ നടത്തിയത്? സജിത്ത്, തമ്പാനൂർ പോലീസ് ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ സുധാകരനെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടും നൽകിയിരുന്നു. അതേസമയം സെഷൻസ് ആണ് ഈ ഒരു സുധാകരൻ കുറ്റക്കാരനാണ് എന്നൊരു വിധി സെഷൻസ് കോടതിയുടെ അത് റദ്ദാക്കണം, തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും സുധാകരൻ ആശ്വാസകരമായ ഒരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സുധാകരൻ കുറ്റവിമുക്തനാണ് എന്നൊരു നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു വാദങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് സുധാകരന് മേൽ കുറ്റം ചുമത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. അതേസമയം സെഷൻസ് കോടതിയുടെ വിധിയും അനുസരിച്ചിട്ട് സുധാകരൻ കുറ്റക്കാരനാണ് എന്ന് തന്നെയായിരുന്നു. അതേസമയം ഇപ്പോൾ ഹൈക്കോടതി അതിന് ഒരു വിരാമമിട്ടിരിക്കുകയാണ്. സുധാകരനെ കുറ്റമുക്തമാക്കിക്കൊണ്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതി. തുടരുക. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് CN പ്രകാശ്, കോടതി നടപടികളിൽ കോടതി ഏതെങ്കിലും പ്രത്യേക നിരീക്ഷണം നടത്തിക്കൊണ്ടാണോ ഈ സുധാകരന് അനുകൂലമായ ഒരു തീരുമാനം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്? അല്പം മുമ്പാണ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഇതുമായി ബന്ധപ്പെട്ട സുധാകരന്റെ ഹർജിയിൽ വിധി പറഞ്ഞത്. ഈ ഹർജി അനുവദിക്കുന്നു എന്ന് മാത്രമാണ് വിധി പ്രസ്താവത്തിൽ ഉണ്ടായിട്ടുള്ളത്. വിധിയുടെ പൂർണ്ണ രൂപം, വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്നതാണ് വിധി. ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ നിന്നും ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റുമായ കെ. സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി അനുവദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് രാവിലെ 10:15 ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി പറഞ്ഞത്. കോടതി നിർദ്ദേശം അനുസരിച്ച് കേസിൽ നേരത്തെ തമ്പാനൂർ പോലീസ് കുറ്റപത്രം നൽകിയിരുന്നു. ഈ കുറ്റപത്രം റദ്ദാക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ കെ. സുധാകരൻ ആവശ്യം ഉന്നയിച്ചത്. സുധാകരന്റെ ഈ ആവശ്യം നേരത്തെ സമാനമായിട്ടുള്ള ഈ ആവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു. അതിനെ തുടർന്നാണ് അപ്പീലുമായി സുധാകരൻ ഹൈക്കോടതിയിലെത്തിയത്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ആശ്വാസം നൽകുന്ന, വ്യക്തിപരമായും ആശ്വാസം നൽകുന്ന വിധിയാണിത്. പതിറ്റാണ്ടുകളായി അദ്ദേഹത്തെ വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ ആരോപണമാണ് എതിർ കക്ഷികളുടേത്, എതിർ രാഷ്ട്രീയ ചേരികളുടേത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ നിന്നും ഇത്തരത്തിൽ ആശ്വാസകരമായ ഒരു വിധി അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന കുറ്റവിമുക്തമാക്കണം എന്ന ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ വിവരങ്ങൾ. അഡ്വക്കേറ്റ് CN പ്രകാശ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സാധ്യത വളരെ വലുതാണ്. കാരണം സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം നേരിട്ടതാണ്. CPM വലിയ ആയുധമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കേസിൻ്റെ ഇനി തുടർ നടപടി സാധ്യതകൾ എത്രമാത്രമുണ്ട്? പ്രോസിക്യൂഷന് ഏതെങ്കിലും തുടർ നിയമ സാധ്യതകളുമായി എവിടം വരെ പോകാൻ കഴിയും? അതിൻ്റെ സാധ്യതകളും നിയമവശങ്ങളും അതെങ്ങനെയാണ് പ്രകാശ്? സ്വാഭാവികമായും സുധാകരന്റെ ഹർജി അനുവദിച്ച സാഹചര്യത്തിൽ അതിനെതിരെ അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു പ്രോസിക്യൂഷൻ സ്വാഭാവികമായും ആ സാധ്യതകൾ ആരായുക. രാഷ്ട്രീയമായും അതിന് സാധ്യതകൾ കൂടുതലാണ്, ഒപ്പം തന്നെ നിയമപരമായും സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ അപ്പീൽ സാധ്യതകളിലേക്ക് പോകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനും കഴിയുകയില്ല. കാരണം KPCC അധ്യക്ഷൻ കൂടിയാണ് സുധാകരൻ. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ രംഗത്തെ ഏറെ ശ്രദ്ധേയനായ എതിരാളിയാണ്. ആ എതിരാളിക്കെതിരായ ഒരു കേസിൽ അദ്ദേഹത്തിന് ആശ്വാസം നൽകുന്ന ഒരു വിധി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെതിരെ സ്വാഭാവികമായും അപ്പീൽ പോകും. അപ്പീലിനുള്ള സാധ്യതകൾ പ്രോസിക്യൂഷൻ ആ സാധ്യതകൾ പൂർണ്ണമായും വിനിയോഗിക്കുമെന്ന് തന്നെ വേണം വിലയിരുത്താൻ. യെസ്, എന്തായാലും വളരെ നന്ദി പ്രകാശ് പ്രതികരിച്ചതിന്. ആജ്ഞ നമുക്കിപ്പം തുടരുന്നുണ്ട്. ആജ്ഞ, ഈ സുധാകരനെ സംബന്ധിച്ച് അങ്ങേറ്റം ആശ്വാസം ഉണ്ടാകുന്ന വിധിയാണ് ഇത്.
കോൺഗ്രസിനെ സംബന്ധിച്ചും UDF-നെയും സംബന്ധിച്ചും KPCC അധ്യക്ഷൻ ഇത്തരമൊരു കേസിൻ്റെ സംശയ നിഴലിൽ നിൽക്കുന്നത് വലിയ ആക്ഷേപമുണ്ടായിരുന്നു. കെ സുധാകരനെ സംബന്ധിച്ച് വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുണ്ടാക്കിയ നഷ്ടം ചെറുതല്ല താനും. എന്തായാലും ഈ കുറ്റപത്രം തള്ളി സുധാകരന് അനുകൂലമായി കോടതി നിലപാടെടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ സാധ്യതകൾ എങ്ങനെയാണ്? ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രതികരണങ്ങൾ ലഭ്യമായിരുന്നു? സജിത്ത്, ഈ ഒരു വിധി വന്നിട്ട് മിനിറ്റുകളെ ആയിട്ടുള്ളൂ. പ്രതികരണം വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സജിത്ത് സൂചിപ്പിച്ചതുപോലെ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പുരണ്ട ഒരു ഏട് തന്നെ ആയിരുന്നു ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ആക്ഷേപം. അതിനെതിരെ ഇപ്പോൾ സുധാകരന് ആശ്വസിക്കാവുന്ന ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ തന്നെ ഈ കേസിലുമായി ബന്ധപ്പെട്ട് VP ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസുമായി ബന്ധപ്പെട്ട് 1ഉം 2ഉം പ്രതികളായിരുന്ന ദിനേശിനെയും ശശിയെയും കുറ്റവിമുക്തരാക്കി മേൽക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. ഇവരെ ആന്ധ്ര സെഷൻസ് കോർട്ടാണ് അന്ന് കുറ്റക്കാരെന്ന് വിധിച്ചത്. അതിനുശേഷം ഇവരെ രണ്ടുപേരെയും ഹൈക്കോടതി അവരെ കുറ്റവിമുക്തരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് സുധാകരൻ ഇതുമായി കോടതിയെ സമീപിച്ചത്. താൻ ഗൂഢാലോചന കേസിലാണ് സുധാകരനെ അന്ന് പ്രതിയാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ തന്നെ കുറ്റവിമുക്തനാക്കണം, താൻ ഇക്കാര്യത്തിൽ തനിക്കിതിൽ യാതൊരു അറിവുമില്ല എന്നൊരു സാഹചര്യത്തിലാണ് സുധാകരൻ എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സുധാകരന് ഇപ്പോൾ അനുകൂലമായ ഒരു വിധി. ഹർജി അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായത്. കൂടുതൽ വിവരങ്ങൾ, അതായത് വിധി പകർപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ഈ KPCC പ്രസിഡന്റ് സുധാകരൻ അല്ലെങ്കിൽ MP സുധാകരൻ എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് മങ്ങലേക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണം തന്നെ ആയിരുന്നു ഇത്. അതിനെ നിന്ന് വിമുക്തനാവുക എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ തന്നെ സുധാകരനും അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് എന്ന് തന്നെ മാനിക്കണം. വളരെ പ്രാധാന്യമുള്ള വിധിയാണ് രാഷ്ട്രീയപരമായി. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെ ട്രെയിൻ യാത്രയ്ക്കിടെ ആന്ധ്രയിൽ വെച്ച് വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിലെ ഗൂഢാലോചന കേസിന്റെ പ്രതിയായിരുന്നു കെ സുധാകരൻ. നേരത്തെ ഈ കേസിൽ രണ്ടാം പ്രതിയായി ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് കൂത്തുപറമ്പ് സ്വദേശി പേട്ട ദിനേശൻ എന്ന PK ദിനേശൻ. ഇദ്ദേഹത്തെ നേരത്തെ 19 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചെങ്കിൽ കൂടിയും തുടർ നിയമ നടപടികളുടെ ഭാഗമായി ശിക്ഷയിൽ ഇളവ് കിട്ടുകയും അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഗൂഢാലോചന കേസിലാണ് ഇപ്പോൾ കെ സുധാകരനെതിരെ ആക്ഷേപമുണ്ടായത്. അതായത് EP ജയരാജനെ ട്രെയിനിൽ വെച്ച് കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്ന കുറ്റമായിരുന്നു കെ സുധാകരന് മേൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ നിയമ നടപടികൾക്കൊടുവിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം റദ്ദാക്കിക്കൊണ്ടുള്ള വിടുതൽ ഹർജി അംഗീകരിച്ചുകൊണ്ടുള്ള കോടതി തീരുമാനമുണ്ടാവുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ കേസിൽ തുടർ നടപടി നിയമ സാധ്യതകളുണ്ട്, അപ്പീൽ സാധ്യതകളുണ്ട്. എന്തായാലും പ്രോസിക്യൂഷൻ അത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗൂഢാലോചന കേസിൽ കെ സുധാകരൻ കുറ്റവിമുക്തൻ എന്ന പ്രധാനപ്പെട്ട തീരുമാനമാണ് വരുന്നത്. കെ സുധാകരനെ സംബന്ധിച്ച് മോൻസൺ മാവുങ്കൽ കേസ് അടക്കമുള്ള മറ്റ് നിരവധി അദ്ദേഹം പ്രതിയായ കേസുകളുണ്ട്. അത് ഈ സമീപ ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ വീണ്ടും ചർച്ചയായതാണ്. അതേസമയം EP ജയരാജൻ വധശ്രമ കേസിന് വലിയ രാഷ്ട്രീയപരമായ മാനങ്ങളുള്ളതാണ്. കണ്ണൂരിലെ 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളായിരുന്നു കെ സുധാകരനും ഒപ്പം EP ജയരാജനും. അന്ന് EP ജയരാജൻ അദ്ദേഹത്തിന് പാർട്ടി യോഗം കഴിഞ്ഞ് പാർട്ടി മീറ്റിങ്ങിന് ശേഷം മടങ്ങി വരുമ്പോൾ ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന വലിയ രീതിയിൽ മാരകമായ മുറിവേറ്റതാണെന്ന് EP ജയരാജന്. ആ ഗൂഢാലോചന കെ സുധാകരനെതിൽ കക്ഷിയാണ്. കെ സുധാകരൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വധശ്രമം ഉണ്ടായത്, വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത് എന്നതായിരുന്നു ആക്ഷേപം. ആ കേസിൻ്റെ നിയമ നടപടികൾക്കൊടുവിലാണിപ്പോൾ സുധാകരനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള തീരുമാനം വരുന്നത്. ഇനി സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രതികരണങ്ങൾ വരുന്ന മിനിറ്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. VT ബൽറാം നമുക്കൊപ്പം ചേരുന്നു. VT ബൽറാം, KPCC പ്രസിഡന്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതകാലത്തിൽ വലിയൊരു ആക്ഷേപമായി നിന്ന കേസാണ്. കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? തീർച്ചയായിട്ടും KPCC പ്രസിഡന്റിനെ മാത്രമല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിനൊക്കെ തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു വിധിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ കെ സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ
എത്രയോ കാലങ്ങളായി, ഒരു പക്ഷെ പതിറ്റാണ്ടുകളായി CPM വേട്ടയാടുന്നത് ഇതുപോലെയുള്ള ചില കള്ളക്കേസുകൾ വെച്ചുകൊണ്ടാണ്. CPM-നെതിരെ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കെതിരെയും അവർ നിരന്തരമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന, എത്രയോ കാലങ്ങളായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണിത്. അവർക്കെതിരെ നുണ പറയുക, കള്ളപ്രചരണങ്ങൾ നടത്തുക, അത് വീണ്ടും പലതവണ ആവർത്തിക്കുക, അതിനുശേഷം ഇതുപോലെയുള്ള കേസുകളിൽ പെടുത്തുക, ആ നിലയിലുള്ള നടപടികൾ. അപ്പോ അതിന്റെ ആ ശ്രമങ്ങൾക്ക് ഏറ്റ ഒരു കനത്ത തിരിച്ചടിയായി കൂടിയാണ് ഈ വിധിയെ നോക്കിക്കാണുന്നത്. ആദ്യം കെ സുധാകരനെ ഈ വധശ്രമ കേസിൽ നേരിട്ട് അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട് എന്ന നിലയിൽ അദ്ദേഹത്തെ കേസിൽ പെടുത്താൻ നോക്കി. അതിന് തെളിവില്ല എന്ന് കണ്ടപ്പോഴാണ് ഗൂഢാലോചന കേസിൽ അദ്ദേഹത്തെ പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നത്. ഇപ്പോൾ അതിനും ഒരു തരിമ്പ് പോലും തെളിവ് അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ശ്രീ കെ സുധാകരനെ വിചാരണ നേരിട്ടതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പ്രോസിക്യൂഷനും അതിന്റെ പുറകിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ശ്രീ കെ സുധാകരനെ വേട്ടയാടാൻ ശ്രമിച്ച കേരള സർക്കാരിനും CPM-നും ഏറ്റ ഒരു രാഷ്ട്രീയമായി തിരിച്ചടിയാണ്. CPM അവർക്കെതിരെ നിൽക്കുന്ന ആളുകൾക്കെതിരെ ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത് എന്നും ഇപ്പോഴും അവർ ആ തന്ത്രത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സമീപകാല സംഭവ വികാസങ്ങളിൽ നടക്കുന്ന നമുക്ക് ബോധ്യമാവുന്നുള്ള കാര്യമാണ്. വടകരയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഒരു ഭീതിയിൽ അത് മുന്നോടി കണ്ടുകൊണ്ട് അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാഫി പറമ്പലിനെതിരെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനമായിട്ടുള്ള വ്യക്തിഹത്യ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഒരു നുണ 100 തവണ ആവർത്തിച്ച സത്യമായി മാറുമെന്ന് പറയുന്ന ഗീബൽസിന്റെ തന്ത്രത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാ മെഷീനറി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾ, അത് കോൺഗ്രസിൽ നിന്ന് ആരൊക്കെയാണോ CPM-നെതിരായിട്ട് ആർജവത്തോടു കൂടി നിൽക്കുന്നത് അവർക്കെതിരെ മുഴുവൻ എല്ലാ കാലത്തും ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിനുള്ള അത്തരത്തിലുള്ള ഹീനമായിട്ടുള്ള രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്കെതിരായിട്ടുള്ള ഒരു തിരിച്ചടിയായി കൂടി നമുക്ക് ഈ വിധിയെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇനി ഒരിക്കലും CPM ഇങ്ങനെ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഹീനമായിട്ടുള്ള വ്യക്തിഹത്യയും അവരെ അപവാദ പ്രചരണങ്ങളിലൂടെ തകർത്താൻ നോക്കുന്ന സ്വീകരിക്കരുത്. ജനാധിപത്യപരമായി അവർ പ്രവർത്തിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് ഈ വിധിയെ സംബന്ധിച്ച് പ്രതികരിക്കാനുള്ളത്. ഒരുപക്ഷെ ഈ പ്രോസിക്യൂഷൻ മേൽക്കോടതിയിൽ അപ്പീൽ പോകാൻ സാധ്യതയുണ്ട്. അത്തരം നീക്കമുണ്ടായാലും നിയമപരമായി അതിനെ നേരിടും. അങ്ങനെയാണോ നിലപാട്? അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. കാരണം ഇത് രാഷ്ട്രീയ തീരുമാനമാണല്ലോ CPM-നെ സംബന്ധിച്ച്. കെ സുധാകരനെ ഈ പറഞ്ഞ കേസിൽ ഉൾപ്പെടുത്തുക, അദ്ദേഹത്തെ വേട്ടയാടുക, അതിന് കയ്യിലുള്ള എല്ലാ സംവിധാനത്തെയും ഒരു മടിയുമില്ലാതെ ദുരുപയോഗിക്കുക. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളുടെ ദുരുപയോഗത്തെ കുറിച്ചാണ് രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്നത് എങ്കിൽ സമാനമായ രീതിയിൽ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ അവരുടെ കയ്യിലുള്ള ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ സർക്കാരിന്റെ തന്നെ മുൻകൈയിൽ അപ്പീൽ പോകും എന്ന് തന്നെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഏത് അപ്പീലിൽ പോയാലും തെളിവുണ്ടെങ്കിലല്ലേ ഇതിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു തെളിവില്ലാത്ത, യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ഈ പ്രശ്നത്തിൽ ഗൂഢാലോചന, അത് തന്നെ 10-30 വർഷം മുമ്പ് നടന്നൊരു കാര്യത്തെ കുറിച്ച് ഇപ്പൊ ഗൂഢാലോചനയുടെ കേസും മറ്റുമായിട്ട് പോവുക എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റത്തെ രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇനിയെങ്കിലും അവർക്ക് തലയ്ക്ക് വെളിവുണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനിയെങ്കിലും അവർ തെറ്റ് സമ്മതിക്കാൻ തയ്യാറാവണം. അകാരണമായിട്ടാണ് ശ്രീ കെ സുധാകരനെ ഇക്കാര്യത്തിൽ പ്രതി ചേർക്കാൻ വേണ്ടി നീക്കം നടത്തിയത്. അത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു, ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറയാനുള്ള വിവേകം ഇനിയെങ്കിലും CPM-ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. യെസ്, VT ബൽറാമിന്റെ പ്രതികരണമാണ്. എന്തായാലും കോൺഗ്രസ് ഈ രാഷ്ട്രീയ വിജയമായി തന്നെ ഇതിനെ കാണുകയാണ്. കെ സുധാകരനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ആക്ഷേപം, ഗൂഢാലോചന വിവാദം ഉയർന്നു എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. ആജ്ഞ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ആജ്ഞ, നേരത്തെ ഇപ്പോൾ സംസാരിച്ച കോൺഗ്രസ് നേതാക്കളൊക്കെ സംസാരിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ വിജയം എന്നതാണ്. ഇതിന്റെ അപ്പീൽ സാധ്യത, പ്രോസിക്യൂഷന്റെ നീക്കമൊക്കെ പ്രധാനപ്പെട്ടതാവും അല്ലേ? തീർച്ചയായിട്ടും സജിത്ത്. കാരണം ഒരു അപ്പെക്സ് കോർട്ടിൽ പോകാനുള്ള ഒരു സാധ്യത ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ VT ബൽറാം സൂചിപ്പിച്ചതുപോലെ 30 വർഷത്തിന് മുൻപുള്ള ഒരു കേസിലെ ഗൂഢാലോചന ഇതിങ്ങനെ നീണ്ടുപോകാമെന്നല്ലാതെ ഇതിനകത്ത് ഒരു പക്ഷേ ഇനിയും ഉണ്ടാകാൻ പോകുന്നത് ഇത്തരത്തിൽ അനുകൂലമായ ഒരു വിധി ആയേക്കാം എന്നാണ് നിരീക്ഷണങ്ങൾ വരുന്നത്. അതേസമയം ഈ CPM-ന്റെ ഒരു മുതിർന്ന നേതാവായ EP ജയരാജനെ ട്രെയിൻ യാത്രയ്ക്കിടെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിലെ അങ്ങനെ ആ സമയത്ത് EP ജയരാജന് പരിക്കേൽക്കുകയും ചെയ്തിരുന്ന സാഹചര്യമുണ്ട്. അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നും രണ്ടും പ്രതികളായ ദിനേശിനെയും ശശിയെയും വെറുതെ വിട്ട സാഹചര്യത്തിൽ
ഗൂഢാലോചന കേസിൽ പ്രതിയായ തന്നെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കെ സുധാകരൻ കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം സെഷൻസ് കോടതി ആ ആവശ്യം തള്ളുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ VT ബൽറാം സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് വൃത്തങ്ങൾ അത് ആഘോഷിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ഈ കെ സുധാകരന്റെ ഇമേജിനെ ബാധിക്കുന്ന തരത്തിൽ അവരുടെ KPCC പ്രസിഡന്റിനെ അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ അതാണ് സാഹചര്യം. എന്തായാലും കെ സുധാകരനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു കോടതി വിധിയായി ഇത് മാറുന്നു. രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ടിരുന്ന വലിയൊരു പ്രതിസന്ധിക്ക് നിയമപരമായ സാധുതയിലൂടെ അതിൽ നിന്ന് അദ്ദേഹം കുറ്റമുക്തനാക്കപ്പെടുന്നു എന്നതാണ് CPM കേന്ദ്രങ്ങളുടെ പ്രതികരണം. വരുന്ന മണിക്കൂറുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം EP ജയരാജൻ അടക്കമുള്ളവരുടെ പ്രതികരണവും ഈ കേസിൽ ഈ കോടതി നടപടിയിൽ അങ്ങേയറ്റം നിർണായകമാണ്. ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരാം.